മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മായാദേവി എഴുതിയ നോവൽ രാത്രിമഴ. അർച്ചനെ, നീ എന്തു ഭാവിച്ച? സ്നേഹപ്രഭ അവളുടെ കയ്യിൽ പിടിച്ചു. അർച്ചന കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി വിതുമ്പിക്കരഞ്ഞു. എൻ്റെ മോനെ ഒന്ന് കാണാൻ കഴിയുമെന്ന് കരുതിയതാണോ? ആ ബോധം നിനക്കില്ലാതെ പോവുകയാ. നീ ആരാണെന്നറിഞ്ഞാൽ കുഞ്ഞുമായി നിരഞ്ജന വിദേശത്തേക്ക് പോകും. അവളുടെ ഭർത്താവ് അവിടെയാ. ദൈവം നിന്നോട് കാണിച്ച കാരുണ്യമാണ് ഇതെന്ന് വിശ്വസിക്കേ. ഒച്ചയടക്കി സ്നേഹപ്രഭ പറഞ്ഞു. അർച്ചന തലയാട്ടിയപ്പോൾ സ്നേഹപ്രഭയുടെ ഉള്ളൊന്നു തണുത്തു. മാരടങ്ങൾ ചുരുക്കുന്നത് അർച്ചന അറിഞ്ഞു. കുഞ്ഞിൻ്റെ നെറുകയിൽ അവൾ മൃദുവായി ചുംബിച്ചു. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കുഞ്ഞിനോട് അധിക ഇൻറ്റിമസി കാണിക്കരുത്. ഒരു കാര്യം നിന്റെ മനസ്സിൽ വേണം. ഈ കുഞ്ഞിൻ്റെ പെറ്റമ്മ ഒരു അർച്ചനയാണെന്ന് നിരഞ്ജനയ്ക്കറിയാം. കേസുമായി അവൾ രംഗത്തുള്ള വിവരവും അറിയാം. നിന്നിൽ ചെറിയൊരു സംശയം തോന്നിയാൽ മതി. നിനക്കിപ്പോൾ ലഭിച്ച ഈ സൗഭാഗ്യം ഇല്ലാതാവാൻ. നിരഞ്ജനയ്ക്ക് ഞങ്ങളോട് ശത്രുത ഉണ്ടാവാനും അത് മതി. നന്ദികേട് കാണിക്കരുത്. യാചനയായിരുന്നു. ഹാളിൽ നിരഞ്ജനയുടെ ശബ്ദം കേട്ടു. കുഞ്ഞിനെ ഇങ്ങുതാ. ഡ്രസ് ചേഞ്ച് ചെയ്ത് ബാത്റൂമിൽ കയറി മുഖം കഴുകി തുടക്കി. കുറച്ച് ബലം പ്രയോഗിച്ച് സ്നേഹപ്രഭ അർച്ചനയിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി. അവൾ കുഞ്ഞുമായി പുറത്തേക്ക് പോയി. ബാത്റൂമിൽ കയറി വാതിലടച്ചിട്ട് ടാപ്പ് തുറന്നുവിട്ട് അർച്ചന പൊട്ടിക്കരഞ്ഞു. കുറേ സമയം കഴിഞ്ഞപ്പോൾ അവളുടെ മനസ്സ് തണുത്തു. സ്നേഹ മാഡം പറഞ്ഞത് ശരിയാണ്. അവർ തന്നോട് കാണിച്ച അലിവ് ഈശ്വരന് തന്നോട് തോന്നിയ കനിവാണ്. അത് തിരിച്ചറിയണം താൻ. എല്ലാ സൗഭാഗ്യങ്ങൾക്കും നടുവിൽ തൻ്റെ മോൻ വളരട്ടെ. മുഖം കഴുകി തുടച്ച് അവൾ പുറത്തിറങ്ങി. ഡ്രസ് മാറി ഹാളിലേക്ക് വന്നു. നിരഞ്ജനയുടെ മടിയിലായിരുന്നു കുഞ്ഞ്. അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിരുന്നു. നനുത്ത തുണി കൊണ്ട് കുഞ്ഞിൻ്റെ ശരീരത്തിലെ വിയർപ്പ് ഒപ്പുകയായിരുന്നു നിരഞ്ജന. സ്വർണ്ണവർണ്ണമുള്ള അവൻ്റെ ശരീരത്തിലേക്ക് നോക്കി അർച്ചന മാറി നിന്നു. അരയിൽ പൊന്നരഞ്ഞാണം, കഴുത്തിൽ സ്വർണ്ണമാല, കാലുകളിൽ സ്വർണ്ണത്തള, കയ്യിലും വളകളുണ്ട്. കണ്ണ് നിറയെ അവൾ ആ കാഴ്ച കണ്ടു. നീ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? നിരഞ്ജന അർച്ചനയുടെ നേരെ തിരിഞ്ഞു. 10ാം ക്ലാസ് പാസ്സായി. നീ വേറെ എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ? ഇല്ല. കുഞ്ഞുങ്ങളെ പരിചരിച്ച് പരിചയമുണ്ടോ? ഇതിലൊക്കെ എന്ത് പരിചയമാ ഉള്ളത്? സ്നേഹപ്രഭ ഇടയ്ക്ക് കയറി. കുഞ്ഞിനെ എടുക്കാനൊക്കെ എനിക്കറിയാം ചേച്ചി. അമ്മച്ചിയുടെ ചേച്ചിയുടെ മകൾ പ്രസവിച്ച് കിടന്നപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കിയത് ഞാനാ. സിസേറിയൻ ആയതുകൊണ്ട് 6-7 മാസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെന്താ, കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിരഞ്ജനയ്ക്ക് ഒരു ടെൻഷനും വേണ്ട. സ്നേഹപ്രഭ എഴുന്നേറ്റു. നിങ്ങൾ നാളെ എപ്പോഴാ മൈസൂരിന് പോകുന്നത്? ഇന്ന് രാത്രി പുറപ്പെടാനാ തീരുമാനം. നാളെ മൈസൂരിലെത്തും. എന്നാൽ പിന്നെ ഞാനിരുന്ന് സമയം കളയുന്നില്ല. അധികം വൈകാതെ എനിക്ക് വീട്ടിലെത്താം. രാത്രി ഡ്രൈവ് ചെയ്യുന്നത് റിസ്ക്കാ. ചെന്നിട്ട് ഞാൻ വിളിക്കാം. നീയും ഫൈസിയും മോളും വൈകാതെ അങ്ങോട്ട് വരണം. ഫൈസിക്ക് ലീവ് കിട്ടുന്ന താമസമേ ഉള്ളൂ. പിറ്റേന്ന് ഞങ്ങൾ അവിടെ എത്തില്ലേ? മുറിയിൽ ചെന്ന് ഭാഗ്യലക്ഷ്മിയോടും സ്നേഹപ്രഭ യാത്ര പറഞ്ഞു. പുറത്തെ ഇടനാഴിയിലേക്ക് സ്നേഹപ്രഭയ്ക്കൊപ്പം അർച്ചന ചെന്നു. ഒന്നും മറന്നു പോകരുത്. ആലീസാണ് നീ. വീട്ടിൽ നിന്ന് വിളി വരുമ്പോഴും ആ ഓർമ്മ വേണം. അറിയാം മാഡം. കണ്ടില്ലേ നിന്റെ മോൻ എങ്ങനെയാ കഴിയുന്നതെന്ന്? അവന് കിട്ടിയ ഭാഗ്യം നിന്റെ സ്വാർത്ഥത കൊണ്ട് ഇല്ലാതാക്കരുത്. അർച്ചന ശിരസ് ചലിപ്പിച്ചു. അവളുടെ ചുമലിൽ കൈവച്ചിട്ട് സ്നേഹപ്രഭ ലിഫ്റ്റിന് അടുത്തേക്ക് നടന്നു. അർച്ചന അകത്തു വന്നു. ഹാളിൽ നിരഞ്ജനയും കുഞ്ഞും ഇല്ലായിരുന്നു. മുറിയിൽ വന്നിട്ട് അവൾ ഫോൺ എടുത്തു. സൈലന്റ് മോഡിൽ കിടന്ന ഫോണിൽ 4-5 മിസ്ഡ് കോൾ കണ്ടു. എല്ലാം വീട്ടിൽ നിന്നാണ്. അവൾ രേവതിയെ തിരിച്ചു വിളിച്ചു. ചേച്ചി, രേവതിയുടെ ഒച്ച കാതിൽ വീണു. ഫോൺ സൈലന്റിലായിരുന്നു മോളെ. ഞാൻ ഇവിടെ എത്തി. ഒരു സമാധാനവുമില്ല ചേച്ചി. ഒരു സമാധാനക്കേടും വേണ്ട. നല്ല ആളുകളാ. അമ്മയും കുഞ്ഞും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ. കുഞ്ഞിൻ്റെ അച്ഛൻ വിദേശത്താ. അവരൊക്കെ വലിയ ആളുകളാ മോളെ. സ്നേഹമുള്ള മനുഷ്യരാ. ഒരു ജോലിക്കാരിയെ പോലൊന്നുമല്ല പെരുമാറുന്നത്. ഇപ്പോഴാ നെഞ്ചൊന്ന് തണുത്തത്. കുട്ടിക്ക് എന്ത് പ്രായം വരും? 1 വയസ്സ് വരുമെന്ന് തോന്നുന്നു. ആൺകുഞ്ഞ. ചേച്ചി ശരിക്കുള്ള അഡ്രസ്സ് ഒന്ന് പറഞ്ഞു തരണം. ഇന്ന് രാത്രി ഞങ്ങളെല്ലാവരും മൈസൂരിലേക്ക് പോവുക. അവർക്കവിടെ തോട്ടങ്ങളും ബംഗ്ലാവും ഒക്കെയുണ്ട്. ചിലപ്പോൾ കുറേ ദിവസം അവിടെ നിന്നിട്ടേ തിരിച്ചു വരൂ. ചേച്ചി, നമ്മുടെ മോൻ മൈസൂരിലുണ്ടെന്നല്ലേ ആ കത്തിൽ നിന്ന് മനസ്സിലായത്? അവൾ അതിൽ തന്നെ കയറി പിടിച്ചെന്ന് അർച്ചന ഓർത്തു. അത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആരോ എഴുതിയ കത്തല്ലേ?
എങ്കിലും ആ വിലാസം വെച്ച് ഞാനൊന്ന് അന്വേഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ ദൈവം വഴി കാണിച്ചു തന്നതാണെങ്കിലോ? ഉള്ള സമാധാനം വീണ്ടും പോയി. നിങ്ങൾ ഒന്നുകൊണ്ടും പരിഭ്രമിക്കേണ്ട. എല്ലാവരോടും മോള് വിവരം പറ. മൈസൂരിൽ ചെന്നിട്ട് ഞാൻ വിളിക്കാം. വെക്കട്ടെ? സന്തോഷമല്ലാത്ത ഒരു മോളൽ മറുഭാഗത്ത് നിന്ന് കേട്ടു. ആലീസേ, നിരഞ്ജനയുടെ വിളി കേട്ടു. ഫോൺ ബാഗിനുള്ളിൽ വെച്ചിട്ട് അവൾ പുറത്തേക്ക് ചെന്നു. കുഞ്ഞിനെ കയ്യിലെടുത്ത് നിരഞ്ജന അവിടെ നിൽപ്പുണ്ട്. കുളിപ്പിച്ചെടുത്ത നിലയിലായിരുന്നു കുഞ്ഞ്. നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ പുറപ്പെടണം. നീ മോനെ ഡ്രസ് ചെയ്യിക്ക്. അതാ മുറി. ശരി ചേച്ചി. അർച്ചന കുഞ്ഞിനെ വാങ്ങി. അവൾ കുഞ്ഞിനെ കയ്യിലെടുക്കുന്നത് കണ്ടപ്പോൾ നിരഞ്ജനയ്ക്ക് തൃപ്തിയായി. നിരഞ്ജന കാട്ടിക്കൊടുത്ത മുറിയിലേക്ക് അർച്ചന കുഞ്ഞുമായി ചെന്നു. മുറിയിൽ കടന്നപ്പോൾ അവൾ വിസ്മയിച്ചു പോയി. അവനു വേണ്ടി ഒരുക്കിയ ശീതീകരിച്ച ഒരു മുറി. തൊട്ടിൽ, ടേബിൾ നിറയെ കളിപ്പാട്ടങ്ങൾ, ബേബി പൗഡർ, സ്റ്റാൻഡിൽ കോർത്തിട്ട കുഞ്ഞുടുപ്പുകൾ. 2 മാസം പോലും തികഞ്ഞിട്ടില്ല. എൻ്റെ മോനൊരു രാജകുമാരനാട്ടോ. അവനെ അവൾ ബെഡിൽ കിടത്തി. അവനെ അവൾ തൊട്ടു തഴുകിയപ്പോൾ ചുണ്ടിൻ്റെ കോണിൽ ഒരു ചിരി മിന്നിയതായി അവൾക്ക് തോന്നി. അവൻ്റെ കാൽപാദത്തിൽ അവൾ ചുംബിച്ചു. മോനു മാമു വേണോ? കാതിൽ അവൾ ചോദിച്ചു. അമ്മ തരാട്ടോ. ഇനി എപ്പോഴും അമ്മ നിന്റെ കൂടെയുണ്ട്. അവൻ്റെ ദേഹത്ത് അവൾ ബേബി പൗഡർ പൂശി നേർപ്പിച്ച് പുരികം വരച്ചു. സ്ഥാനം മാറ്റി കറുത്ത പൊട്ടുകുത്തി. അവളെ നോക്കി അവൻ മിണ്ടാതെ കിടന്നതേയുള്ളൂ. സ്റ്റാൻഡിൽ നിന്നൊരു കുഞ്ഞുടുപ്പെടുത്ത് ധരിപ്പിച്ചു. സ്നഗ്ഗി കൂടി വെച്ചപ്പോൾ അവൻ യാത്രയ്ക്ക് റെഡിയായി. അവൻ്റെ ചലനങ്ങൾ കണ്ട് അവൾ അരികിലിരുന്നു. കുറേ കഴിഞ്ഞ് ഡ്രസ് ചെയ്ത് നിരഞ്ജന അവിടേക്ക് വന്നു. ആഹാ, എൻ്റെ മോനെ ആലീസാൻറ്റി സുന്ദരനാക്കിയല്ലോ. നിരഞ്ജനയുടെ മുഖം വിടർന്നു. നീ കിച്ചണിൽ ചെന്ന് ഫുഡ് കഴിച്ചിട്ട് പ്ലേറ്റുകളൊക്കെ കഴുകി വെക്ക്. എന്നിട്ട് പോകാൻ റെഡിയാവ്. ശരി ചേച്ചി. അർച്ചന കിച്ചണിലേക്ക് നടന്നു. നിരഞ്ജനയുടെ സെൽ റിങ് ചെയ്തു. അവൾ ഫോൺ കോൾ എടുത്തു. സുധിയുടെ കോൾ. ഹലോ സുധി. ആഹ്ലാദത്തോടെ നിരഞ്ജന വിളിച്ചു. നിങ്ങൾ പുറപ്പെടാറായോ? 1/2 മണിക്കൂറിനുള്ളിൽ. ഫൈസിയ സെർവൻറ്റിനെ കൊണ്ടുവന്നോ? സ്നേഹയെ അവൾക്കൊപ്പം വന്നത്. എങ്ങനെയുണ്ട്? ഒരു സുന്ദരി പെണ്ണ്. 25 വയസ്സ് വരുമെന്ന് തോന്നുന്നു. നല്ല അടക്കവും ഒതുക്കവും ഉണ്ട്. കുഞ്ഞിനെ പരിചരിക്കാനൊക്കെ അവൾക്ക് നന്നായിട്ടറിയാം. വിശ്വസിച്ച് കൂടെ നിർത്താമെന്ന് ഉറപ്പാ. ആലീസ് എന്നാ പേര്. ഹാവ്, തനിക്ക് തൃപ്തി വന്നല്ലോ. ഫൈസി എന്തെങ്കിലും ചെയ്താൽ അത് 100% പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് തനിക്ക് അറിയില്ലേ? ഒന്നുകൂടി അത് ബോധ്യപ്പെട്ടു. അമ്മ എത്ര ദിവസം അവിടെ കാണും? 2 or 3. അത് കഴിഞ്ഞ് അമ്മയെ തിരിച്ചയച്ചേ പറ്റൂ. അച്ഛനെ തനിച്ചാക്കാൻ പറ്റില്ല. നമ്മുടെ മോൻ എന്തു പറയുന്നു? അവനിതാ പുറപ്പെടാൻ റെഡിയായി കിടക്കുന്നു. എടാ ചക്കരെ, നിന്റെ അച്ഛനാടാ. ശ്രുതിക്ക് അവനെ കാണണോ? പുറപ്പെടാൻ 1/2 മണിക്കൂറല്ലേ ഉള്ളൂ. നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. നാളെ ഞാൻ അവനെ കാണാം. മൈസൂരിൽ ചെന്നിട്ട് വിളിക്കാൻ സുധി. ബൈ. കോൾ കട്ട് ചെയ്തിട്ട് നിരഞ്ജന കുഞ്ഞിനെ നോക്കി. നാളെ അച്ഛനെ കാണിച്ചു തരാൻ കേട്ടോ. അവൾ ഒരു ബാഗ് എടുത്ത് വെച്ച് അവൻ്റെ കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടങ്ങളും അതിനുള്ളിലാക്കാൻ തുടങ്ങി. കൊണ്ടുപോകാൻ കഴിയാത്തതൊക്കെ അലമാരയിൽ വെച്ചു. ബാഗ് എടുത്ത് ഹാളിൽ വന്നപ്പോൾ ഡോർ ബെൽ ശബ്ദിച്ചു. വാതിൽ തുറക്കുമ്പോൾ വെള്ള ഷർട്ടും പാൻസും ധരിച്ച ഒരു മധ്യവയസ്കൻ പുറത്തു നിൽപ്പുണ്ട്. മാഡം, ഞാൻ ടാക്സി ഡ്രൈവർ ഭാസ്കരൻ. വരൂ, ബാഗുകൾ എടുത്ത് കാറിൽ വയ്ക്ക്. ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. അയാൾ ഹാളിലിരുന്ന ബാഗുകൾ എടുത്തുകൊണ്ട് പോയി. അർച്ചന ബാഗുമായി പുറത്തു വരുമ്പോൾ ടവലിൽ പൊതിഞ്ഞ് കുഞ്ഞുമായി ഭാഗ്യലക്ഷ്മി അവിടെ ഇരിപ്പുണ്ട്. ഇറങ്ങാം. ലൈറ്റ് ഓഫ് ചെയ്ത എല്ലാവരും പുറത്തിറങ്ങി. നിരഞ്ജന വാതിൽ പൂട്ടി. ലിഫ്റ്റിലൂടെ താഴെ എത്തുമ്പോൾ മുറ്റത്ത് പാർക്ക് ചെയ്ത ഇന്നോവോ കാറിനടുത്ത് ഡ്രൈവർ നിൽപ്പുണ്ട്. അർച്ചനയുടെ ബാഗ് വാങ്ങി അയാൾ കാറിൻ്റെ പിന്നിൽ വെച്ചു. കുഞ്ഞുമായി മുൻ സീറ്റിൽ ഭാഗ്യലക്ഷ്മി കയറിയിരുന്നു. പിന്നിൽ അർച്ചനയും നിരഞ്ജനയും കയറി. സെക്യൂരിറ്റിക്കാരനെ കീ ഏൽപ്പിച്ചിട്ട് ഇന്നോവ ഗേറ്റ് കടന്നു. കുഞ്ഞിൻ്റെ പെറ്റമ്മയെ ഭയന്നാണ് ഈ ഒളിച്ചോട്ടമെന്ന് അർച്ചന ഓർത്തു. ആ പെറ്റമ്മ ഒപ്പമുള്ള കാര്യം അവർ അറിയുന്നില്ല. കോട്ടയത്ത് എത്തുന്നതിനു മുമ്പേ സ്നേഹപ്രഭയ്ക്ക് ഫൈസൽ മുഹമ്മദിൻ്റെ കോൾ വന്നു. വിവരങ്ങൾ അവൾ അയാളെ ധരിപ്പിച്ചു. അർച്ചനയ്ക്ക് സൗന്ദര്യം കൂടിപ്പോയെന്ന ഒരു കുറവേ നിരഞ്ജനയ്ക്കുള്ളൂ. അവിടുത്തെ സംസാരത്തിൽ സുധിയെപ്പറ്റി പരാമർശം വന്നില്ലല്ലോ. അതുണ്ടായില്ല. പക്ഷേ അധിക ദിവസം കഴിയുന്നതിനു മുമ്പേ അർച്ചന ആ പേര് കേൾക്കും. നിരഞ്ജനയുടെ ഭർത്താവ് സുധിയാന്ന് അവൾ തിരിച്ചറിയും. അറിഞ്ഞുവെച്ച് നമ്മൾ അവളെ അവിടെ കൊണ്ടെത്തിച്ചതാണെന്നും അവൾ മനസ്സിലാക്കും. അവളത് അറിയുമെന്ന് ഉറപ്പാക്കിയല്ലേ ഇങ്ങനെയൊരു നീക്കം? എന്തായിരിക്കും അർച്ചനയുടെ നിലപാടെന്നറിയാനാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്.
ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് ഫൈസി. കുഞ്ഞ് സുധിയുടെ കയ്യിലെത്തിയെന്നറിയുമ്പോൾ അവൾ സ്വയം പിൻവാങ്ങും. വീട്ടിലേക്ക് മടങ്ങിപ്പോരും. പിന്നീട് അവൾ സമാധാനത്തോടെ ജീവിക്കും. അവൾ മടങ്ങിപ്പോരുമെന്ന് 50% പ്രതീക്ഷിക്കാം. സമാധാനത്തോടെയുള്ള അവളുടെ ജീവിതം ഞാൻ ഉറപ്പു പറയുന്നില്ല. കാരണം അവളെ ഏറെക്കുറെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥന സുധി മടങ്ങിയെത്തും മുമ്പേ അവൾ ഇവിടം വിട്ടു പോകണേ എന്നാണ്. ഒന്നും സുധി അറിയാൻ പാടില്ല. അർച്ചന പിൻവാങ്ങിയാലും സുധിയെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയില്ല. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കൊരു നിശ്ചയവുമില്ല. സന്തുഷ്ടമായൊരു കുടുംബജീവിതം ശിഥിലമാക്കാനുള്ള ആണിയെ നമ്മൾ വെച്ചിരിക്കുന്നത്. അയാളിൽ നിന്ന് മറുപടി വന്നില്ല. നിരഞ്ജനയെ ചതിച്ചതിൻ്റെ വേദനയിലാണ് ഞാൻ. ചെയ്ത ഒരു തെറ്റ് തിരുത്താൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് ഞാനിപ്പോൾ. ദൈവമാണ് എന്നെ ഈ വഴിക്ക് കൊണ്ടെത്തിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംഭാഷണം അവസാനിപ്പിച്ചിട്ട് ഏറെ നേരം സ്നേഹപ്രഭ കാറിലിരുന്നു. നിരാശയോടെ രേവതി കോൾ കട്ട് ചെയ്തു. എന്നതാ കിട്ടുന്നില്ലേ? രാജപ്പൻ ചോദിച്ചു. ഇല്ല, റിങ് ചെയ്യുന്നുണ്ട്. മിക്കവാറും ഫോൺ സൈലന്റ് മോഡിലാവും. അവർ മൈസൂരിലേക്കുള്ള യാത്രയിലാവും. രേവതി ഊഹം പറഞ്ഞു. അവൾ കൈവിട്ടതുപോലെ എനിക്ക് തോന്നുന്നത്. എടുത്തു ചാടി പുറപ്പെടാൻ പാടില്ലായിരുന്നു. പുനലൂര് ഒരു വീട്ടിലേക്കെന്ന് പറഞ്ഞു പോയവൾ കൊച്ചിയിന്ന് മൈസൂരിലേക്ക്. എന്തോ ചതിയുണ്ട്. ശ്യാമള വേവലാതിപ്പെട്ടു. ആ ബ്രോക്കറെ കണ്ടുപിടിക്കാൻ വല്ല വഴിയുണ്ടോ അച്ഛാ? അമ്പിളി ആരാഞ്ഞു. അയാളുടെ നമ്പറും ചേച്ചി പോയ കാറിൻ്റെ നമ്പറും നമ്മുടെ കയ്യിലില്ല. അയാളെ സംശയിക്കാൻ മാത്രം എന്താ ഉള്ളത്? എറണാകുളത്തെത്തിയിട്ട് അവൾ വിളിച്ചില്ലേ? നല്ല സന്തോഷത്തിലാ അവൾ. നാളെ മൈസൂരിൽ ചെന്നിട്ട് വിളിക്കുമോയെന്ന് നോക്കാം. രേവതിയുടെ വാക്കുകളൊന്നും ശ്യാമളയെ ആശ്വസിപ്പിച്ചില്ല. ഒരഗ്നി പരീക്ഷണം അവൾ മറികടന്നിട്ടേയുള്ളൂ. അതിനേക്കാൾ വലിയ പരീക്ഷണത്തിലേക്കാവുമോ അവളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്? സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ലേ അവൾ. ഞാൻ എതിർത്തെങ്കിലും അവൾ പോകുമായിരുന്നു. രാജപ്പൻ നിസ്സഹായനായി. എനിക്ക് ചില സംശയങ്ങളൊക്കെയുണ്ട്. 2 തവണ ഒരാൾ ഇവിടെ വന്നില്ലേ? അയാൾക്ക് കുഞ്ഞിനെ പറ്റി എന്തൊക്കെയോ വിവരങ്ങൾ അറിയാം. അവളെ മാറ്റി നിർത്തി സംസാരിച്ചു എന്നല്ലേ പറഞ്ഞത്? രാജപ്പൻ രേവതിയെ ഉറ്റുനോക്കി. അവൾ പുനരൂര് ഒരു ഡോക്ടറുടെ വീട്ടിലുണ്ടെന്ന വിവരം തന്നത് അയാളാ. അവൾ നമ്മളോട് പറയാത്ത ചില കാര്യങ്ങൾ അയാൾ അവളെ അറിയിച്ചിട്ടുണ്ട്. മൈസൂരിൽ നിന്നൊരു കത്തും വന്നു. അയാൾ വന്നതിൻ്റെ 2-ാം ദിവസം അവൾ മൈസൂരിലേക്കും പുറപ്പെട്ടു. ഞാൻ പറയുന്നതിൽ കാര്യമില്ലെന്നാണോ അച്ഛൻ പറയുന്നത്? ചില സംശയങ്ങൾ രാജപ്പൻ്റെ മനസ്സിലും ഉണ്ടായി. അയാൾ ഒരു പോലീസുകാരൻ എന്ന് പറഞ്ഞതല്ലാതെ പേരിതുവരെയും പറഞ്ഞിട്ടില്ല. തന്നോടും പറഞ്ഞിട്ടില്ലെന്നാണ് അർച്ചനയും പറഞ്ഞത്. കുഞ്ഞ് മൈസൂരിലുണ്ടെന്ന് മനസ്സിലാക്കി അവൾ അയാളുടെ സഹായത്തോടെ അങ്ങോട്ട് പോയതാ. രേവതി നിഗമനത്തിൽ ഉറച്ചു. പിന്നെന്തിനു ഒരു ബ്രോക്കർ വന്നു? അയാൾ ബ്രോക്കർ ആണെന്നതിന് എന്തുറപ്പാ? അമ്മയെ ഒഴിവാക്കി അയാൾ അവളെയും കൊണ്ട് പോയില്ലേ? അമ്മ തടഞ്ഞിട്ടും അയാൾക്കൊപ്പം പോകാൻ അവൾ തയ്യാറായില്ലേ? ഈശ്വര, മുമ്പും മുമ്പും നോക്കാതെ കൂടുതൽ അപകടത്തിലേക്കാണോ അവൾ പോയത്? ശ്യാമള പരിതപിച്ചു. അവൾ തരുന്ന വിവരങ്ങൾ മാത്രമേ ഇനി നമുക്കുള്ളൂ. ഒരുത്തി തുനിഞ്ഞിറങ്ങിപ്പോയാൽ ആരോട് പരാതിപ്പെടാൻ? രേവതി മുറിയിലേക്ക് നടന്നു. യാത്രക്കിടയിൽ ഒന്ന് മയങ്ങാൻ പോലും അർച്ചനയ്ക്ക് കഴിഞ്ഞില്ല. കോയമ്പത്തൂരിലെത്തിയപ്പോൾ ഭാഗ്യലക്ഷ്മി കുഞ്ഞിനെ അർച്ചനയ്ക്ക് കൈമാറിയിരുന്നു. അവൾക്കത് സായുജ്യമായി. അവളുടെ മടിയിൽ കുഞ്ഞ് സുഖമായി ഉറങ്ങി. അവൻ്റെ നിദ്രയ്ക്ക് ഒരു ഭംഗവും വരാതെ അവൾ ശ്രദ്ധിച്ചു. സീറ്റിൽ ചാരിക്കിടന്ന നിരഞ്ജന നന്നായി ഉറങ്ങി. പുറത്തെ ഇരുട്ട് നേർത്ത് വെളിച്ചം തെളിയാൻ തുടങ്ങി. ഭാഗ്യലക്ഷ്മി തിരിഞ്ഞ് അർച്ചനയെ നോക്കിയപ്പോൾ അവൾ ഉറങ്ങാതെ ഇരിപ്പുണ്ട്. ഉണരുമ്പോഴൊക്കെ അവർ തിരിഞ്ഞ് അവളെ ശ്രദ്ധിച്ചിരുന്നു. ഭാഗ്യലക്ഷ്മിക്ക് അവളുടെ കർത്തവ്യബോധത്തിൽ വലിയ മതിപ്പായി. ദൂരെ ഒരു പെട്ടിക്കട കണ്ടു. ചായ വേണോ മാഡം? ഡ്രൈവർ ചോദിച്ചു. ഒരു ചായ കുടിക്കാം. വണ്ടി കടയ്ക്ക് മുന്നിൽ നിന്നു. ഡ്രൈവർ ഡോർ തുറന്ന് പുറത്തിറങ്ങിപ്പോയി. നിരഞ്ജന കണ്ണു തുറന്നു. ആദ്യം അവൾ നോക്കിയത് അർച്ചനയുടെ മടിയിലിരുന്ന കുഞ്ഞിനെയാണ്. എവിടെ എത്തി അമ്മേ? 15 കിലോമീറ്ററേ ഉള്ളൂ കണ്ണമ്പാടിയിലേക്ക്. ഡ്രൈവർ 2 കുപ്പി ഗ്ലാസ്സിൽ ചായയുമായി വന്നു. ഭാഗ്യലക്ഷ്മി ഗ്ലാസ് വാങ്ങി ഒരെണ്ണം അർച്ചനയ്ക്ക് നീട്ടി. ചേച്ചി കുടിക്കട്ടെ അമ്മേ? നീ കുടിക്ക് പെണ്ണേ. രാത്രി ഒരു പോള കണ്ണടച്ചില്ലല്ലോ. വാങ്ങ്. നിരഞ്ജന കുഞ്ഞിനെ വാങ്ങിയപ്പോൾ അവൻ ഉണർന്നു കരഞ്ഞു. ഏലക്ക ചേർത്ത കടുപ്പമുള്ള ചായ ആവി ഊതി അർച്ചന കുടിച്ചു. അവൾ കുഞ്ഞിനെ വാങ്ങിയപ്പോൾ നിരഞ്ജന ചായ കുടിച്ചു. വീണ്ടും യാത്ര തുടർന്നു. റോഡിൽ തിരക്ക് കുറഞ്ഞിരുന്നു. മുന്നോട്ടുള്ള വഴി ഭാഗ്യലക്ഷ്മി പറഞ്ഞു കൊടുത്തു.
4 റോഡുകൾ ചേർന്ന ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിയാൻ ഭാഗ്യലക്ഷ്മി നിർദ്ദേശിച്ചു. കുതിരപ്പുറത്ത് ഉയർത്തിപ്പിടിച്ച വാളുമായിരിക്കുന്ന ഒരു സൈനികന്റെ നിറം മങ്ങിയ വലിയ പ്രതിമ അവിടെ കണ്ടു. റോഡിന് ഇരുവശത്തും മാവിൻ തോപ്പുകളും മുന്തിരിത്തോട്ടങ്ങളുമായിരുന്നു. ജനവാസം തീരെ കുറവ്. ടാറിട്ട റോഡിൽ നിന്ന് ചെമ്മൺ റോഡിലേക്ക് വണ്ടി തിരിഞ്ഞു. ഇനി അങ്ങോട്ട് നമ്മുടെ തോട്ടമാ, നിരഞ്ജന അർച്ചനയോട് പറഞ്ഞു. ചെമ്മൺ റോഡ് ചെന്ന് കയറിയത് വിശാലമായ മുന്തിരിത്തോപ്പിലേക്കായിരുന്നു. അത്ഭുതം കൊണ്ട് അർച്ചനയുടെ കണ്ണുകൾ വിടർന്നു. കരിങ്കല്ല് കീറിയ തൂണുകൾക്ക് മുകളിൽ പച്ച പന്തൽ വിരിച്ച മുന്തിരിത്തോട്ടം, കുലകുലകളായി കിടക്കുന്ന മുന്തിരി, നീണ്ടുപോകുന്ന ആ ദൃശ്യം മനോഹരമായിരുന്നു. മുന്നിൽ ഒരു ഇരുനില ബംഗ്ലാവിൻ്റെ ദൃശ്യം തെളിഞ്ഞു. ഒരു സ്ത്രീയും പുരുഷനും മുറ്റത്തേക്ക് ഓടി വരുന്നത് അർച്ചന കണ്ടു. വിശാലമായ മുറ്റത്ത് കാർ നിന്നു. ഡോർ തുറന്നു. ഭാഗ്യലക്ഷ്മി ഇറങ്ങി. പുരുഷനും സ്ത്രീയും തൊഴുകൈയോടെ ഭാഗ്യലക്ഷ്മിയുടെ അടുത്തേക്ക് ഓടി വന്നു. അമ്മ, സുഖമല്ലേ നാഗരാജ? സുഖം അമ്മ. നിരഞ്ജന ഡോർ തുറന്നിറങ്ങി. പിന്നെ അർച്ചനയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി. അർച്ചന പുറത്തിറങ്ങി. നാഗരാജ, ബാഗുകൾ എടുത്ത് അകത്ത് കൊണ്ടുവയ്ക്ക്. ശരിയമ്മ. അർച്ചന ചെന്ന് തൻ്റെ ബാഗ് വാങ്ങി. ഭാഗ്യലക്ഷ്മി ബംഗ്ലാവിലേക്ക് കയറിപ്പോയി. പിന്നെ കുഞ്ഞുമായി നിരഞ്ജന നീങ്ങി. അതിന് പിന്നാലെ അർച്ചന. കണ്ടോടാ നിന്റെ റൈസൻ ബംഗ്ലാവ്? അകത്ത് കയറിയിട്ട് കുഞ്ഞിനോട് നിരഞ്ജന പറഞ്ഞു. ആ ബംഗ്ലാവിന് 100 വർഷത്തിന് പുറത്ത് പഴക്കം തോന്നിച്ചു. പഴയ രീതിയിലുള്ള ഫർണിച്ചറുകളും തടിയിൽ തീർത്ത വീതിയുള്ള സ്റ്റെയർകേസുമായിരുന്നു. അർച്ചനയെ അവർ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ 4 ബെഡ്റൂമുകളായിരുന്നു. ആലീസ് ആ ബെഡ്റൂം എടുത്തോ. ഇടതുഭാഗത്തെ റൂം ഭാഗ്യലക്ഷ്മി അവൾക്ക് കൊടുത്തു. ബാഗുമായി അർച്ചന മുറിയിൽ കയറി. കൊത്തുപണിയുള്ള വലിയ കട്ടിൽ, ഉപയോഗിക്കാതിരുന്നതിൻ്റെ മുഷിഞ്ഞ വാട ആ മുറിയിലുണ്ടായിരുന്നു. അവൾ ചില്ലുജാലകം തുറന്നു. ഹൃദയം കവരുന്ന കാഴ്ചയായിരുന്നു പുറത്ത് കാത്തിരുന്നത്. മുന്തിരിത്തോപ്പിൻ്റെ പച്ചപ്പടർപ്പ് മാത്രം. കണ്ണെത്താ ദൂരത്തോളം അകലെ ഒരു മല കാണാം. അവിടം കുടകാണെന്ന് ഭാഗ്യലക്ഷ്മി കാറിലിരുന്ന് പറഞ്ഞത് അർച്ചന ഓർത്തു. സ്നേഹ മേഡം പറഞ്ഞത് എത്ര ശരി. തൻ്റെ മകൻ സമ്പന്നതയുടെ നടുവിലാണ്. വീടുകൾ, ഫ്ലാറ്റ്, മുന്തിരിത്തോട്ടം, എല്ലാത്തിനും അവൻ അവകാശിയായിരിക്കുന്നു. ഒരേയൊരു അവകാശി. അവൻ്റെ പെറ്റമ്മ എന്ന നിലയിൽ എന്ത് റോളാണ് തനിക്കുള്ളത്? അന്യയെപ്പോലെ കണ്ടുനിന്ന് സന്തോഷിക്കാമെന്നല്ലാതെ. കുളി കഴിഞ്ഞ് അവൾ മുറിക്ക് പുറത്തു വന്നു. സ്റ്റെയർകേസ് ഇറങ്ങി താഴെ വന്നപ്പോൾ ജോലിക്കാരി സ്ത്രീ ഡൈനിങ് ഹാളിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് നിർത്തുകയാണ്. 45-ന് മുകളിൽ പ്രായം വരും അവർക്ക്. കാഴ്ചയിൽ തന്നെ മലയാളിയല്ലെന്ന് വ്യക്തം. അർച്ചന അവരെ നോക്കി മന്ദഹസിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് റെഡി അമ്മ. എന്താ പേര്? അവർക്ക് മനസ്സിലായില്ലെന്ന് കരുതിയാണ് അർച്ചന ചോദിച്ചത്. മണിയമ്മ. അർച്ചന ആ വീടും ചുറ്റുപാടും കണ്ടു. മുന്നിലെ ചുവരിൽ റെയ്സൻ ബംഗ്ലാവെന്ന് ഗ്രാനൈറ്റിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ആലീസേ. നിരഞ്ജനയുടെ വിളി കേട്ട് അവൾ അകത്തു വന്നു. പ്രാതലിന് ഭാഗ്യലക്ഷ്മിയും നിരഞ്ജനയും ടേബിളിന് മുന്നിൽ ഇരുന്നു കഴിഞ്ഞു. ഇരിക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നിരഞ്ജന ക്ഷണിച്ചു. ഞാൻ പിന്നീട് കഴിക്കാൻ ചേച്ചി. അവൾ വിധേയത്വം കാണിച്ചു. ഇരിക്കു പെണ്ണേ, ഭാഗ്യലക്ഷ്മി പറഞ്ഞപ്പോൾ നിരഞ്ജനയുടെ അടുത്ത് അവൾ ഇരുന്നു. അർച്ചനയ്ക്ക് അടുത്തിരുന്ന നിരഞ്ജനയുടെ സെൽ റിങ് ചെയ്തു. ഡിസ്പ്ലേയിൽ സുധീഷിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം തെളിഞ്ഞു. മുന്നിലിരുന്ന് റിങ് ചെയ്യുന്ന ഫോണിലേക്ക് അർച്ചന നോക്കിയത് കൂടിയില്ല. നിരഞ്ജന ഫോൺ എടുത്തു. മോൻ്റെ അച്ഛനാ. കസേര പിന്നിലേക്ക് തള്ളിമാറ്റി സെല്ലുമായി നിരഞ്ജന ഹാളിലേക്ക് നടന്നു. ഞങ്ങൾ 7 മണിയോടെ എത്തി. യാത്ര സുഖമായിരുന്നല്ലോ. സുധീഷിൻ്റെ ശബ്ദമെത്താൻ അല്പം വൈകി. അതെ, അവൻ അമ്മയുടെയും ആലീസിൻ്റെയും കയ്യിലിരുന്ന് സുഖമായി ഉറങ്ങി. ഒരു ക്ഷീണവും അവനില്ല. ഇനി 1 വർഷം അജ്ഞാതവാസം അല്ലേ? സുധിയും മറ്റൊരർത്ഥത്തിൽ അങ്ങനെയല്ലേ? നമ്മൾ 2 ഇടത്ത് കഴിയുന്നു. ഒന്നിച്ചുണ്ടെന്ന് മറ്റുള്ളവർ വിശ്വസിക്കുന്നു. അവൾ ചിരിച്ചു. നിങ്ങളെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ. ഞാൻ പ്രതീക്ഷിച്ചതുപോലെയൊന്നുമല്ല ഇവിടെ അന്തരീക്ഷം. ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഞാനും സാമുവിലും മാത്രമേ ഉള്ളൂ. ഫാമിലിയെ കൊണ്ടുവന്നാൽ അയാൾ മറ്റൊരു സുഹൃത്തിൻ്റെ കൂടെ കഴിയാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. മോന് 2 മാസമല്ലേ ആയിട്ടുള്ളൂ. കാര്യങ്ങൾ ശരിയായി വരുമ്പോൾ 1-2 മാസം കഴിയില്ലേ? ഒരു വിസിറ്റിംഗ് വിസയ്ക്കെങ്കിലും വരാമല്ലോ. നമുക്കിപ്പോൾ അതേപ്പറ്റി ചിന്തിക്കേണ്ട. ഞാൻ ചിന്തിച്ചു തുടങ്ങി. 4 വർഷം നമുക്കിവിടെ ജീവിക്കാം. ഈ ലോകം എന്താണെന്ന് താനും അറിഞ്ഞിരിക്കണം. നിരഞ്ജന മന്ദഹസിച്ചു. സാമുവിൽ വിചാരിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാവും. എനിക്കിവിടെ ഒന്നിനും ആരെയും ആശ്രയിക്കേണ്ടതില്ല. മോന് 4 വയസ്സാവുമ്പോൾ നമുക്ക് മടങ്ങാം. എനിക്കൊന്ന് ആലോചിച്ചേ തീരൂ. ഓക്കെ. അമ്മയോട് അന്വേഷണം പറയണം. ബൈ.
സംസാരം അവസാനിപ്പിച്ചിട്ട് നിരഞ്ജന ഡൈനിങ് ഹാളിൽ വന്നു. സുധിക്ക് ഫ്രാൻസ് അങ്ങ് നന്നേ ബോധിച്ചു. കസേരയിൽ ഇരുന്നു കൊണ്ട് അവൾ പറഞ്ഞു. സുധി എന്ന വാക്ക് അർച്ചനയുടെ മനസ്സിൽ വീണു. നിരഞ്ജന ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പേരും സുധി എന്നാണ്. മോൻ്റെ അച്ഛൻ്റെ പേര് തന്നെ അവൻ്റെ വളർത്തച്ഛനും. അർച്ചനയ്ക്ക് അത്ഭുതം തോന്നി. എന്താ സുധി പറയുന്നത്? ചായക്കപ്പ് എടുത്തിട്ട് ഭാഗ്യലക്ഷ്മി ആരാഞ്ഞു. എനിക്കൊരു വിസ കൂടി തരപ്പെടുത്താനുള്ള നീക്കത്തില. അർച്ചനയുടെ മനസ്സിടിഞ്ഞു. അവളുടെ കൈ നിശ്ചലമായി. നിന്നെയും മോനെയും അങ്ങോട്ട് കൊണ്ടുപോകാനാണോ സുധിയുടെ ശ്രമം? അമ്പരപ്പോടെ ഭാഗ്യലക്ഷ്മി ചോദിച്ചു. അതെ, സുധി കരുതിയ സാഹചര്യമൊന്നുമല്ലത്രേ. 4 വർഷം അവിടെ ജീവിക്കാമെന്നാ പറയുന്നത്. നിരഞ്ജന ഉത്സാഹഭരിതയായി. അർച്ചനയുടെ ഉടൽ വിറച്ചു. തൻ്റെ മോനെയും കൊണ്ട് പോകാനാണോ അവരുടെ ശ്രമം? അവൾക്ക് കരച്ചിൽ വന്നു. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഭാഗ്യലക്ഷ്മി അവളെ നോക്കി. വിസ ഉടനൊന്നും തരപ്പെടില്ല. മോന് 3-4 മാസമായാൽ അത് ആലോചിക്കാമെന്ന് ഞാൻ പറഞ്ഞു. നിരഞ്ജന ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി നിനക്കറിയില്ലേ? 3-4 വർഷം വിദേശത്ത് കഴിച്ചുകൂട്ടാൻ നിനക്ക് എങ്ങനെ കഴിയും? അത് വേണ്ട, അച്ഛനും എതിർക്കും. സുധിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്ന സാഹചര്യം നിനക്കറിയാമല്ലോ. അർച്ചന ഇരുന്നതുകൊണ്ട് ഭാഗ്യലക്ഷ്മി കൂടുതൽ വിശദീകരിക്കാൻ തയ്യാറായില്ല. വിദേശവാസം വേണ്ട, വർഷം ഒന്ന് കഴിഞ്ഞു കിട്ടാനാ എൻ്റെ പ്രാർത്ഥന. ഭാഗ്യലക്ഷ്മി എഴുന്നേറ്റ് പോയി. സാറിന് എന്ത് ജോലിയാ ചേച്ചി? അർച്ചന ചോദിച്ചു. സുധി അവിടെ ഒരു കമ്പനിയിലാ. പോയിട്ട് ഒരുപാട് കാലമായോ? എനിക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞിട്ടാ സുധി പോയത്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. അല്പസമയത്തെ മൗനത്തിന് ശേഷം അവൾ ചോദിച്ചു. കൂടെ പോകാൻ തന്നെയാണോ ചേച്ചി ഉദ്ദേശിക്കുന്നത്? എനിക്ക് ആഗ്രഹമുണ്ട് ആലീസേ. പാരീസ് എന്നൊക്കെ പറയുന്നത് സ്വപ്നം കാണാൻ കഴിയുന്ന സ്ഥലമല്ലേ? അച്ഛന് 2 അറ്റാക്ക് കഴിഞ്ഞിട്ടുണ്ട്. പേസ് മേക്കർ വെച്ചിരിക്കുക. അതാ അമ്മ എതിർപ്പ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പോകാതിരിക്കുന്നതാ ചേച്ചി നല്ലത്. അവളെ നോക്കി നിരഞ്ജന ചിരിച്ചു. നീ വീട്ടിലേക്ക് വിളിച്ചോ? ഇവിടെ വന്നിട്ട് വിളിച്ചില്ല. നിനക്ക് 1 മാസത്തെ ശമ്പളം ഞാൻ അഡ്വാൻസ് ആയിട്ട് തരാം. അത് വീട്ടിൽ അയച്ചു കൊടുക്ക്. അവൾ തലയാട്ടി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നിരഞ്ജന അർച്ചനയെ മുറിയിലേക്ക് വിളിച്ചു. പുറത്തു നിന്ന് കാറ്റും വെളിച്ചവും ധാരാളം കിട്ടുന്ന വലിയൊരു മുറിയായിരുന്നു അത്. കട്ടിലിനോട് ചേർന്നുള്ള പുതിയ തൊട്ടിലിൽ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുന്നത് അർച്ചന കണ്ടു. പേഴ്സിൽ നിന്ന് 1000-ൻ്റെ നോട്ടുകൾ എടുത്ത് നിരഞ്ജന എണ്ണാൻ തുടങ്ങി. 15 നോട്ടുകൾ എണ്ണിയെടുത്ത് മടക്കി അർച്ചനയുടെ നേരെ നീട്ടി. 15,000 നിനക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം. സ്വന്തം കുഞ്ഞിനെ പരിചരിക്കുന്നതിന് പെറ്റമ്മയ്ക്ക് കിട്ടുന്ന പ്രതിഫലം. അവൾ പണം വാങ്ങിയിട്ട് കുഞ്ഞിനെ നോക്കി. കൈ ചുരുട്ടി വായോട് ചേർത്ത് വെച്ച് ഒന്നും കാണാതെ അവൻ ഉറങ്ങുകയാണ്. പണം എങ്ങനെ അയക്കും? അനിയത്തിയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാം. നീ ഡ്രസ് ചെയ്തിട്ട് വാ, നമുക്ക് ടൗണിലൊന്ന് പോയിട്ട് വരാം. നിനക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിത്തരാം. അർച്ചന പണവുമായി മുറിയിൽ വന്നു. പണം എത്രയും വേഗം വീട്ടിലേക്ക് അയച്ചു കൊടുക്കണമെന്ന് അവൾക്ക് തോന്നി. രേവതിയുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ പോരുമ്പോൾ വാങ്ങിയിരുന്നു. നാഗരാജൻ വിളിച്ചു വരുത്തിയ ടാക്സി കാറിൽ നിരഞ്ജനയും അർച്ചനയും അടുത്ത ടൗണിലേക്ക് പോയി. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അവർ പർച്ചേസ് ചെയ്തു. മറന്നു പോകാതെ ബാങ്കിൻ്റെ മുന്നിൽ കാർ നിർത്താൻ നിരഞ്ജന പറഞ്ഞു. SBIയിലാണോ അനിയത്തിയുടെ അക്കൗണ്ട്? അതെ. ഞാൻ കൂടി വരണോ? വേണ്ട. അർച്ചന കാറിൽ നിന്നിറങ്ങി ബാങ്കിൽ ചെന്ന് ഒരു പേയിങ് സ്ലിപ്പ് വാങ്ങി പൂരിപ്പിച്ച് 15,000 രൂപ അവൾ കൗണ്ടറിൽ കൊടുത്തു. തയ്യൽ മെഷീൻ്റെ ഒച്ച നിന്നപ്പോഴാണ് മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം രേവതി കേട്ടത്. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അർച്ചന. രേവതിക്ക് ദേഷ്യമാണ് ആദ്യം വന്നത്. രാവിലെ മുതൽ എത്ര തവണ വിളിച്ചു? അവൾ കോൾ എടുത്തു. ഇപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ. നിനക്കിപ്പോഴും ഞങ്ങൾ ശത്രുക്കളാണല്ലേ? സങ്കടപ്പെട്ടുകൊണ്ട് രേവതി മുൻവശത്തേക്ക് ചെന്നു. കസേരയിൽ രാജപ്പനും അരഭിതിയിൽ ശ്യാമളയും അമ്പിളിയും ഇരിപ്പുണ്ട്. മറുവശത്ത് അർച്ചനയാണെന്ന് അവൾക്ക് മനസ്സിലായി. മോളെ, ഞാനൊരു ജോലിക്കാരിയായിട്ടല്ലേ വന്നത്. ഫോൺ ഉപയോഗിക്കാൻ എപ്പോഴും പറ്റുമോ? മൈസൂരിലേക്കെന്ന് പറഞ്ഞു പോയതല്ലേ, അവിടെ എത്തിയോന്ന് ഞങ്ങൾക്കൊന്ന് അറിയണ്ടേ? രേവതി ഫോണിൻ്റെ സ്പീക്കർ ഓൺ ചെയ്തു. രാവിലെ എത്തി. പകൽ ഒരുപാട് ജോലിക്ക് തിരക്കായിരുന്നു. ഇവിടെ സുഖാ മോളെ. മുന്തിരി തോപ്പിനുള്ളിൽ ഒരു ബംഗ്ലാവ്. അടുക്കളപ്പണിക്കും പുറം പണിക്കും ജോലിക്കാരുണ്ട്. കുഞ്ഞിൻ്റെ കാര്യം മാത്രം ഞാൻ നോക്കിയാൽ മതി. നാളെ ചേച്ചിയുടെ അമ്മ തിരിച്ചു പോകും. പിന്നെ ചേച്ചിയും ഞാനും മോനും മാത്രമേ കാണൂ. നിങ്ങൾ ഉടനൊന്നും മടങ്ങുന്നില്ലേ? അത് ഞാനെങ്ങനെ ചോദിക്കാനാ? നീ ചിറ്റപ്പൻ്റെ കയ്യിൽ ഫോണൊന്ന് കൊടുക്ക്. ചേച്ചി പറഞ്ഞു. സ്പീക്കർ ഓൺ ചെയ്തിട്ടുണ്ട്. ഫോണുമായി രേവതി രാജപ്പൻ്റെ അടുത്ത് ചെന്നു. എന്താ മോളെ? ഇവിടെ ഒരു കുഴപ്പവുമില്ല ചിറ്റപ്പ. ഭാഗ്യമെന്നേ ഞാൻ കരുതൂ.
പിന്നെ അമ്പിളിയെ അവൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കോഴ്സിന് ചേർക്കണം. എനിക്ക് 1 മാസത്തെ ശമ്പളം ചേച്ചി അഡ്വാൻസായി തന്നു. ഞാനത് രേവതിയുടെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട്. എല്ലാവരും മുഖാമുഖം നോക്കി. രാജപ്പൻ്റെ കണ്ണുകൾ നനഞ്ഞു. എല്ലാ മാസവും ഞാൻ പണം അയക്കാം. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അവളാ. അമ്പിളി കരയാൻ തുടങ്ങി. എൻ്റെ മോളെ, നീ പറയുന്നതൊക്കെ സത്യമാണോ? ശ്യാമള നെഞ്ചുപൊട്ടി ചോദിച്ചു. മരിച്ചുപോയ എൻ്റെ അപ്പച്ചനും അമ്മയുമാണേ സത്യം. അതിനേക്കാൾ വലിയൊരു സത്യം എനിക്കില്ലെന്ന് കുഞ്ഞമ്മയ്ക്ക് അറിയാമല്ലോ. എനിക്ക് വിശ്വാസമായി മോളെ, ശ്യാമള നെഞ്ചിൽ കൈവച്ചു പറഞ്ഞു. മോളെ അമ്പിളി. ആ വിളി കേട്ടതും അമ്പിളി കരഞ്ഞുകൊണ്ട് രേവതിയുടെ അടുത്ത് വന്നു. ചേച്ചി, ഏത് കോഴ്സിനാ പോകുന്നതെന്ന് മോള് തീരുമാനിക്ക്. 15,000 രൂപ വെച്ച് ചേച്ചി അയച്ചു തരാം. എനിക്ക് ചേച്ചിയെ കാണണം. നാട്ടിലെത്തിയാൽ ഉടൻ ഞാൻ വരില്ലേ? മോനെക്കുറിച്ച് ചേച്ചി അന്വേഷിക്കുന്നില്ലേ? ഇവിടെ എത്തിയതല്ലേ ഉള്ളൂ. അന്വേഷിക്കണം മോളെ. സംഭാഷണം അവസാനിച്ചപ്പോൾ ശ്യാമള പറഞ്ഞു. അവൾ പറഞ്ഞതൊക്കെ നേരാ. കള്ളമാണെങ്കിൽ ഒരിക്കലും അച്ഛനെയും അമ്മയും പിടിച്ച് അവൾ സത്യം ചെയ്യില്ലായിരുന്നു. വിശ്വസിക്കാം, അതേ വഴിയുള്ളൂ. രാജപ്പൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു. ഒരു വാഹനത്തിൻ്റെ ഇരമ്പൽ കേട്ടു. ഒരു ജീപ്പ് വന്ന് കയ്യാലയുടെ മുന്നിൽ നിൽക്കുന്നത് രാജപ്പൻ കണ്ടു. ആരാണെന്നറിയാൻ ഉറ്റുനോക്കിയിരുന്ന രാജപ്പൻ്റെ ദേഹത്ത് പെട്ടെന്ന് തീ പിടിച്ചു. ചെവള രാഘവൻ ഇറങ്ങി നിന്ന് മൂരി നിവർക്കുന്നു. ഈശ്വര, ആ ചെകുത്താൻ! ശ്യാമള മക്കളെ നോക്കി. അകത്ത് പോ. രേവതിയും അമ്പിളിയും അകത്തേക്ക് വലിഞ്ഞു. പിന്നാലെ ശ്യാമള പാഞ്ഞു ചെന്നു. നിങ്ങളിവിടെ നിൽക്കണ്ട, രാജമ്മയുടെ വീട്ടിലേക്ക് പോയിക്കോ. പോകാനാ പറഞ്ഞത്. 2 പേരെയും പിന്നാമ്പുറത്തേക്ക് ശ്യാമള തള്ളിയിറക്കി. ചെവള രാഘവൻ കയറി വന്നപ്പോൾ രാജപ്പൻ അടിമുടി വിറച്ചു. ക്രച്ചസ് എടുത്ത് കക്ഷത്ത് വെച്ച് രാജപ്പൻ വരാന്തയുടെ അറ്റത്തേക്ക് നീങ്ങി. നീ അവിടെ നിന്നാ മതി. വെറുപ്പോടെ രാജപ്പൻ വിലക്കി. ചെവള രാഘവൻ വികൃതമായെന്ന് ചിരിച്ചു. കാലൊരെണ്ണം SP കൊണ്ടുപോയല്ലേ? എന്നെ ചതിച്ച ആ പെണ്ണിനെ SP കൊടുക്കാൻ താനൊരു ശ്രമം നടത്തി. കാല് പോയെന്ന് വെച്ച് രാജപ്പൻ ഒന്നും സംഭവിച്ചില്ലടാ. നേരും നെറുകേടും തിരിച്ചറിയാൻ കഴിഞ്ഞു. നിനക്കെന്താ വേണ്ടത്? എൻ്റെ മറ്റേ കാലം നിനക്ക് വേണമെങ്കിൽ എടുത്തോ. രാജപ്പൻ വിറച്ചു. എനിക്ക് വേണ്ടത് എന്താന്ന് രാജപ്പൻ അറിയില്ലേ? അഡ്വാൻസ് വാങ്ങിയ കച്ചവടം നടത്തണ്ടേ? വേണ്ടേ രാജപ്പ? ചെവള രാഘവൻ വീട്ടിലേക്ക് കയറാൻ തുടങ്ങി. നീ എൻ്റെ പുരയിൽ കാലുകുത്തരുത്. രാജപ്പൻ ഒരു ക്രച്ചസ് അയാളുടെ നേരെ ചൂണ്ടി. രാഘവൻ അതിൽ പിടിച്ച് പിന്നോട്ട് തള്ളി. രാജപ്പൻ ബാലൻസ് തെറ്റി നിലത്ത് വീണു. ചെവള രാഘവൻ വരാന്തയിൽ കയറി. അയ്യോ! ശ്യാമള ഓടി വന്ന് നിലത്ത് വീണ് കിടന്ന രാജപ്പനെ പിടിച്ചു. ചെവള രാഘവൻ അയാളുടെ കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിച്ച് നിർത്തി. ശ്യാമള ക്രച്ചസ് കക്ഷത്ത് വെച്ചു കൊടുത്തു. അവൾ എവിടെയുണ്ട്? ഞങ്ങൾക്കറിയില്ല. അവൾ ഈ വീട്ടിൽ നിന്ന് പോയ ശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ല. ശ്യാമള കരഞ്ഞു പറഞ്ഞു. രാഘവൻ വീട്ടിനകത്ത് കയറി എല്ലായിടത്തും നോക്കിയിട്ട് പുറത്തു വന്നു. അയാൾക്കൊപ്പം വന്ന 4 പേർ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. അവൾ ഇങ്ങോട്ട് വരാതെ എവിടെ പോവാനാ? രാഘവൻ രാജപ്പൻ്റെ നേരെ തിരിഞ്ഞു. നീയല്ലേടാ കാർത്തിയായനിയുടെ വീട്ടിൽ നിന്ന് അവളെ മാറ്റിയത്? അവൾ ജീവനോടെയുണ്ടോ അതോ നീ കൊന്നോ? ആരെ ബോധ്യപ്പെടുത്താനാ നീ വന്നത്? രാജപ്പൻ പൊട്ടിത്തെറിച്ചു. രാഘവൻ കുറ്റിത്താടി കുത്തിച്ചെറിഞ്ഞു. രാഘവൻ്റെ ഷർട്ടിൽ രാജപ്പൻ പിടിച്ചു. പറയടാ, നീ ആ പെണ്ണിനെ എന്നാ ചെയ്തു? വിറ്റോടാ? രാഘവൻ കൈ തട്ടിക്കളഞ്ഞു. അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം നിനക്കറിയാമെങ്കിൽ നീ വലിയ വില കൊടുക്കേണ്ടി വരും. ഓർത്തു വെച്ചോ. ചെവള രാഘവൻ ഇറങ്ങിപ്പോയി. നോവൽ തുടരും.